Hi friends, welcome back to Spices and Flavours. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പേര് പോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം. 1/2 കിലോ ബീഫ് ഞാൻ ഇതിനു വേണ്ടി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു 3-4 ചുവന്നുള്ളി, 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് ചേർക്കാം. കുറച്ച് സമയം നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. എനിക്കിവിടെ ബീഫ് വേവാൻ 6 വിസിലാണ് വേണ്ടി വന്നത്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ മസാലയ്ക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് എടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ 3-4 കൊണ്ടാട്ടമുളക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന കൊണ്ടാട്ടമുളകാണ്. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് 3-4 വറ്റൽമുളക് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് കൂടി ചേർക്കാം. വറ്റൽമുളക് കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൊണ്ടാട്ടമുളകും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ തക്കോലം, 2 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഫൈനായിട്ട് പൊടിക്കരുത്, ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെ വേണം നമ്മൾ മസാല പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ സെയിം ഓയിലിൽ തന്നെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബീഫ് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുകൊണ്ട് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിടാം. ബീഫ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവോള തിന്നായി അരിഞ്ഞത് ചേർക്കാം. ഇനി നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് 1-2 പച്ചമുളക് നെടുകെ കീറിയതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. എനിക്കിവിടെ ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂൺ മസാലയാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം മസാല ചേർക്കാൻ. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് നോക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം വീണ്ടും ചേർക്കുക. ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ മസാല ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ.
ഇനി നമുക്ക് ഈ മസാല നന്നായിട്ട് ബീഫിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത സവോള ഉണ്ടോ, ഒരുപാട് അങ്ങ് വഴറ്റിയെടുത്തിട്ടില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കാം. ഇനി മസാലയൊക്കെ നന്നായിട്ട് ബീഫിൽ പിടിക്കാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി തുറന്ന് നോക്കാം. ആ ബീഫും മസാലയും കൂടെ നന്നായി ഫ്രൈ ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ഊണിന് ഈ ബീഫ് ഫ്രൈയുടെ കൂടെ കുറച്ച് പുളിശ്ശേരിയും, പിന്നെ ഊണിൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ബീഫിലിവിടെ നന്നായിട്ട് മസാലയൊക്കെ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ് ഒഴിക്കുന്നത്. ഒരു ചെറിയ പുളി ടേസ്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെമൺ ജ്യൂസ് ചേർത്തത്. ഇനി നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു ചെറിയ മധുര ടേസ്റ്റ് വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. അപ്പോൾ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫിൽ ആവശ്യത്തിന് എരിവും കുറച്ച് പുളിപ്പും കുറച്ച് മധുരം കൂടായി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പില കൂടെ ചേർക്കാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം റെഡിയായിരിക്കുകയാണ്. ഇത് ഒരു വട്ടം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ ഫൈനൽ ലുക്ക്. കിടുവല്ലേ? ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.